തന്നെയാണ് ഒരു തരത്തിൽ മറ്റ് ജീവിതത്തിൻ്റെ മേഖലകളെയും ബാധിക്കുന്നത് എന്നുവെച്ചാൽ സ്ത്രീയുടെ. കാരണം ഒരു സ്ത്രീക്ക് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കേണ്ട ഒരു പ്രായമാകുമ്പോൾ എന്നുവെച്ചാൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ട് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കാലം തൊട്ടാണെങ്കിലും ശരി, പിന്നീടാണെങ്കിലും ശരി, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സംസാര സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം കൺസെപ്റ്റ് എങ്ങനത്തെ കൺസെപ്റ്റാണോ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അനുസരിച്ചിട്ട് ആവുകയല്ലോ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിൽ ഓരോ വ്യക്തിക്കും കിട്ടുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളുടെ പേരിൽ കിട്ടുന്ന പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതികളോട് മാത്രമല്ല അതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. പിന്നെ അവർ മിങ്കിൾ ചെയ്യുന്ന സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള ചിന്താഗതികളാണ് ഡോമിനൻ്റായി നിൽക്കുന്നത്. ഇപ്പോൾ കേരള സമൂഹത്തെ പോലെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടത്തരുത്, പിന്നെ പുരുഷന്മാരോട് നേർക്കുനേരം സംസാരിക്കരുത് എന്ന് തരത്തിലുള്ള ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട്. അത് അത്രയും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഉണ്ടല്ലോ, അതായത് നടക്കാൻ പറ്റില്ല, അത് അത്രയും സേഫ് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കാണിക്കാൻ വേണ്ടി തന്നെ സമയനിഷ്ഠയില്ലാതെ യാത്രയ്ക്കില്ല എന്ന് വെച്ചാൽ അത് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. അതെ, അപ്പം ഈ സമൂഹത്തിൽ നിൽക്കുന്ന കൺസെപ്റ്റും ഈ പ്രാക്ടീസും പലതരത്തിലുള്ള രീതികൾ അപകടം സംഭവിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ബോധം ഉണ്ടാകുമ്പോഴും സമൂഹത്തിന് ഇതാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളപ്പോഴും എന്ത് സംഭവിക്കുന്നു, ഒരു തരത്തിലും ഈ അവരുടെ പ്രവർത്തനങ്ങളെ ജീവിതത്തിൻ്റെ തുറന്ന ജീവിതം സ്വതന്ത്രമായതെന്ന് തന്നെ പറയാം. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചർച്ച ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ സ്വതന്ത്രമായതും ഒരു വിവേചനങ്ങളില്ലാത്തതും ഭീതിയില്ലാത്തതും അറ്റ്ലീസ്റ്റ് പേടികളൊന്നും കൂടാതെ ജീവിച്ചെന്ന് പറയും ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക്. അപ്പം സ്ത്രീ എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്ത്രീനെ നല്ല പ്രശ്നം, ആ പ്രശ്നത്തെ സ്വീകരിക്കാനും ഇത് തന്നെയാണ്. അപ്പം ഈ ആ പ്രശ്നം വരുന്നത് ഇതിൽ നിന്നാണ്. ഒരു തരത്തിൽ ഇത്തരം ലിംഗപദവി കാഴ്ചപ്പാടിൻ്റെ അപര്യാപ്തത മൂലമാണ്. എന്തൊക്കെ തരത്തിലാണ് സ്ത്രീ ആയിരിക്കണം, എന്തൊക്കെ തരത്തിലായിരിക്കരുത് എന്നൊക്കെയുള്ള തരം ചിന്തകൾ മൊത്തം സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പിന്നെ ഒരു സ്ത്രീക്ക് നടക്കാനും ഇരിക്കാനും അടക്കം പ്രവർത്തിക്കാനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഓരോരുത്തരുടെ ഇരിപ്പെങ്ങനെയായിരിക്കണം, നടത്തം എങ്ങനെയായിരിക്കണം, സംസാരം എങ്ങനെ, ഇതിനൊക്കെ നമുക്കൊരു കോഡ്സ് ഉണ്ടല്ലോ, നിയമാവലികൾ മാതിരി, അൺറിട്ടൺ കോഡ്സ് എന്ന് പറയുന്ന മാതിരിയുള്ളത്. അപ്പം പിന്നെ ഈ പറഞ്ഞ മാതിരി നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ ചോദ്യം നോക്കാം. യഥാർത്ഥത്തിൽ കേരളത്തില് സ്ത്രീകൾ കുടുംബത്തിൽ നേടിയിരിക്കേണ്ട ഒരു പദ്ധതിയോ സ്വയം ആർജിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എന്റെ വീട്ടിലെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ ധാരാളം ആളുകളുടെ സ്ത്രീകൾ സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഭർത്താവായാലും ശരി, സഹോദരനായാലും ശരി, മറ്റെല്ലാവരും ശരി, ആരായാലും. അപ്പോൾ അതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ ആൾക്ക് ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ സ്ത്രീ പ്രവർത്തകർ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ താഴെ തെളിവാക്കി ജീവിക്കുന്ന സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ, അതായത് ഇത്തരത്തിലുള്ള കുടുംബത്തിലുള്ള പദ്ധതികൾക്ക് ഉപരിയായിട്ട് അവർ നേരിടേണ്ടിയുള്ള സാമൂഹികമായി കുടുംബത്തിനകത്ത് പുറത്തും സ്വന്തം കുട്ടികളും ഭാവിയിലുള്ള തരംതരിക്ക് നേരിടുന്ന പ്രശ്നമാണ്. അതിലേക്ക് സ്ത്രീപക്ഷ പ്രവർത്തനം എന്തുമാത്രം പ്രവർത്തനം നടത്തിയിരുന്നെന്ന് അറിയാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനം ദളിത് പ്രശ്നങ്ങളിലാണോ ഉദ്ദേശിച്ചത്? സ്ത്രീപക്ഷ പ്രശ്നങ്ങളെ കുറിച്ചാണ് പൊതുസമൂഹത്തില് ദളിത് കൂടുതൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. അവരുടെ സ്ത്രീകളൊന്നും അതിന് ദൂഷമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ദളിത് പക്ഷത്തുള്ള ആൾക്കാരുടെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഏതിനേക്കാൾ കൂടുതലാണ് അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിച്ച് കവിഞ്ഞ് അത് ഒരു സീരിയസ് ആയ ഇഷ്യൂ തന്നെയാണെന്നുള്ള രീതിയിൽ സ്ത്രീപക്ഷ പ്രവർത്തകരുടെ ഇടയ്ക്ക് തന്നെയും ഈ ചർച്ചകൾ വരുന്നുണ്ട്. ഈ ചർച്ചകൾ ജാതി മത കേരളത്തിൽ ഒരു കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ജാതി മത പ്രശ്നങ്ങൾ, വിവേചനം, പിന്നെ ജാതിയുടെ ഹൈറാർക്കി, ആ ഒരു ഓർഡറിങ് അതനുസരിച്ച് നോക്കുമ്പോൾ താഴെക്കിടയിലുള്ളവരുടെ പ്രശ്നങ്ങൾ, അത്
പല സെക്ടർ ഓക്കെ നമ്മുടെ കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ സ്റ്റാറ്റസിനൊക്കെ ഉപരി അല്ല അത് അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏറ്റവും കാരണം ദളിത് കുടുംബമാവട്ടെ, ബ്രാഹ്മണ കുടുംബമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലുള്ള കുടുംബമാവട്ടെ, ക്രിസ്ത്യനോ മുസ്ലിമോ എങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ജാതി മത വ്യത്യാസങ്ങളനുസരിച്ചുള്ള ഈ വാട്ടവർ ഫാമിലി ഇപ്പം നിങ്ങൾക്ക് എന്ത് തരം കുടുംബമായാലും ശരി ഈ കുടുംബത്തിനകത്തെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ എന്തൊന്നും ആലോചിച്ച് നോക്കും. അതായത് ഏത് മതവിഭാഗത്തിലോ ജാതി വിഭാഗത്തിലോ ക്ലാസ്സിലോ വർഗം അല്ലേ നമ്മൾ പിന്നെ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലേ ക്ലാസ്സിലോ പെട്ട കുടുംബമാവട്ടെ ഈ കുടുംബത്തിലെല്ലാം തന്നെ കുടുംബത്തിലേക്ക് പോയി ഇങ്ങനെയുള്ള കുടുംബത്തിന്റെ നടത്തിപ്പിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഈ കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസ് തന്നെ നിലനിൽക്കുന്നുണ്ട്. മിക്കവാറും സ്ത്രീകളുടെ റോൾ എന്താണ്, പുരുഷന്മാരുടെ റോൾ എന്താണ്, അത് സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല സ്ത്രീ എന്തായിരിക്കണം പുരുഷൻ എന്തായിരിക്കണം. തീർച്ചയായിട്ടും അതെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചർച്ച ചെയ്യുന്നുമുണ്ട്. സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങളിലും പല ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ അത് നടക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പല മേഖലകളിൽ ഇതിനു വേണ്ടി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട്, സ്ത്രീപക്ഷ ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ വിഷയം നമ്മുടെ വിഷയം കുടുംബവും ലിംഗപദവിയും ആയതുകൊണ്ട് ഞാൻ ഒരു മുന്നോട്ട് വയ്ക്കാൻ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. ഈ വിഷയം പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ ദളിത് കുടുംബത്തിലെ ദളിത് സ്ത്രീകളുടെ പ്രശ്നമാവട്ടെ, കുടുംബത്തിലെന്ന് പറയാതെ തന്നെ ദളിത് സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നവും അവരുടെ കുടുംബങ്ങളിൽ നിന്നും കൂടി തുടങ്ങുന്ന പ്രശ്നങ്ങളാണ്. സമൂഹത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളും കൂടിയാണ്. നമ്മൾ അത് അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ കുറച്ച് പഴയ കാലഘട്ടത്തിൽ കുറച്ച് കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 10-20-25 വർഷമായിട്ടുള്ള സ്ത്രീപക്ഷ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സ്ത്രീകൾ ജീവിതത്തിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സമൂഹത്തിൽ. ഉപരിയായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും കുറച്ച് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതല്ലാത്ത നോക്കിക്കഴിഞ്ഞാൽ ആശയപരമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എന്ത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ ആശയപരമായ ഒരു അടിത്തറ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ചിന്താഗതികൾ എന്തായിരിക്കണം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഈ ചിന്താഗതികൾ നമ്മൾ തീരുമാനിക്കുന്നതല്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു നമ്മൾ വെറും ഫോളോവേഴ്സ് ആയിക്കൊണ്ട് പോവുകയാണല്ലോ സാധാരണ അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ അവർ ചെയ്യേണ്ടുന്ന പണികൾ അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം, എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഏത് തരത്തിൽ നടക്കണം ഇരിക്കണം, എന്ത് ചെയ്യണം ചെയ്യരുത്, ഇതിനെക്കുറിച്ചുള്ള ഈ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സമൂഹത്തിൽ തന്നെയും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് തിരുത്തി മാറ്റി അതിനെക്കുറിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയുമാവാന്ന് പറഞ്ഞുറപ്പിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അസേർട്ട് ചെയ്യുന്നൊരു സംഭവം. അത് സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടും സ്ത്രീപക്ഷ ചിന്തകരുടെ സംസാരമോ എഴുത്തോ മറ്റു കാര്യങ്ങളുണ്ടല്ലോ ആ തരത്തിൽ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു മാറ്റം ചെറുതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുഴുവനായിട്ട് മാറ്റം സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ലാഞ്ചന തീർച്ചയായിട്ടും ഉണ്ട്. മറ്റത് ഇപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ വന്നതും മറ്റും സ്ത്രീപക്ഷ പ്രവർത്തനെ കൊണ്ടെല്ലാം ചിലപ്പോൾ മറ്റ് എല്ലാവരും പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വികസനത്തിൻ്റെ ഫുൾ സബ്ജാണ്. അത് വികസനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെന്റ്സ് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പറയാനുണ്ടാവും. പക്ഷെ ലിംഗപദവി പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബം മുതൽ ഇങ്ങോട്ടുള്ള ഒരു സ്ഥാപനങ്ങളും മതാവട്ടെ ലാർജ് സ്കെയിലിൽ വെക്കുന്ന മതാവട്ടെ മറ്റ് കൾച്ചർ എന്നൊക്കെ പറയുന്ന സാംസ്കാരിക പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ സാംസ്കാരിക പ്രശ്നം സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീകളാണെന്നുള്ള മാതിരി. അപ്പം ഈ സംസ്കാരമില്ലാത്തവൾ എന്നൊക്കെ പറയുന്നതും സംസ്കാരമില്ലാത്തവരെന്നും പറയാറുണ്ടെങ്കിൽ പോലും
അതിൻ്റെ മാനങ്ങൾ പറയും വളരെ ഡിഫറെൻ്റ് ആണ്. എന്തടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയെ സംസ്കാരം ഉള്ളവളെന്നോ ഇല്ലാത്തവളെന്ന് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഒരു പുരുഷനെ അത് പറയുന്നത് എന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആണ് എൻ്റെ റീസൺ. അപ്പം ആ തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി തുറന്ന് സംസാരിക്കും. അങ്ങനെയുള്ള തുറന്ന് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ത്രീപക്ഷത്തിൻ്റെ ഒരു സ്പീക്കിംഗ് ദ ഡിഫറൻസ് അലൗഡ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവർക്ക് തോന്നുന്നത് അതാണ്. കുറച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്ത്രീകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനും എന്താണ് അത് അസേർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനത്തെ മാറ്റങ്ങൾ. കൂട്ടുകാരും ഈ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ